വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെസ്സേജ്. നമ്മുടെ പിന്നെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഇൻവോയ്സ്, അതായത് നമ്മൾ അടിക്കുന്ന ഈ ബില്ലുകൾ, അതാത് ദിവസത്തെ ബില്ലുകൾ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പേപ്പറിൽ എഴുതി കൊടുക്കുന്നുണ്ടാവും. അതായത് പേപ്പർ ബില്ലിൽ എഴുതി കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടാവും. ചില കേസുകളിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടാവില്ല. അതായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. നമ്മളെ കസ്റ്റമേഴ്സിന്, എല്ലാ കസ്റ്റമേഴ്സിനും അവരവരുടെ അതാത് ദിവസം അടിക്കുന്ന ബില്ല് വിത്ത് GST ബില്ല് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. കാരണം ഒരു GST ഫയൽ ചെയ്യുന്ന കസ്റ്റമർക്ക് നമ്മളെ GST ഉൾപ്പെട്ട പ്രൊഡക്റ്റുകൾ, മസാല മോര്, മോര്, തൈര്, ഇത്രയും ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാല് എന്താണെങ്കിലും അവർക്ക് ഫയൽ ചെയ്യണമെങ്കിൽ ആ ഫയൽ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻവോയ്സ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് അയച്ചു കൊടുക്കാം. എല്ലാ കസ്റ്റമർക്കും അയച്ചു കൊടുക്കാം. ആവശ്യപ്പെടുന്ന എല്ലാ കസ്റ്റമർക്കും സ്റ്റാൻഡേർഡ് ബില്ല് അയച്ചു കൊടുക്കാം. അത് നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജിന്റെ ഭാഗമാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും അവരുടെ കസ്റ്റമർക്ക്, ആവശ്യമില്ല മുഴുവൻ കസ്റ്റമർക്കും ബില്ല് ആവശ്യപ്പെടുക. ചില കസ്റ്റമറുടെ ഒരു കോൾ നമുക്ക് വരാറുണ്ട്, ബില്ല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നിങ്ങൾ ബില്ലടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ബില്ലുകൾ കാണാൻ ശരിക്ക് നമ്മുടെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ റീസെന്റ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അടിച്ച ബില്ല് കാണണമെങ്കിൽ ജസ്റ്റ് റീസെന്റ് ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്യാം. റീസെന്റ് ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടിച്ച നിയറസ്റ്റ് ആയിട്ടുള്ള ബില്ലുകൾ കാണാം. നിങ്ങൾക്ക് ആ ബില്ല് സെർച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കമ്പനി ഫ്രഷ്വെൽ അക്കൗണ്ട്, ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരികയാണ്. ഇതിലിപ്പോൾ അൽവക്കാല സ്റ്റോർ, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കിടക്കുന്നുണ്ട്. അതിന്റെ താഴെ ഫ്രഷ്വെൽ കമ്പനി അക്കൗണ്ട്, ഫ്രഷ്വെൽ കമ്പനി അക്കൗണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് അടിച്ചതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബില്ല്. ഇതെങ്ങനെ ആ കസ്റ്റമറിലേക്ക് അയക്കും എന്നില്ല നോക്കണ്ടേ. നിങ്ങൾ ആ കസ്റ്റമറുടെ നമ്പർ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനോ അങ്ങനെ റിസ്ക് എടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ ഇൻവോയ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രൂവ്ഡ് ആയില്ല ബില്ല് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അതിലിങ്ങനെ കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും താഴെ ക്രിയേറ്റ് റെസിപ്റ്റ്, മൾട്ടി റെസിപ്റ്റ്, ക്രിയേറ്റ് ക്രെഡിറ്റ് നോട്ട്, ക്രിയേറ്റ് കസ്റ്റമർ RP ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും താഴെ ഇടത് സൈഡിൽ വാട്സപ്പിന്റെ ഒരു ചിഹ്നം കാണുന്നുണ്ടാവും. ഈ വാട്സപ്പിന്റെ ചിഹ്നം ഇതിൽ PDF ആക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വാട്സപ്പിന്റെ ചിഹ്നം കാണുന്നുണ്ട്. ഇതിൽ PDF ആക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ആ നമ്പറിലേക്ക്, ആ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം അയച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോ ഞാനിതാ ഷബീബ് അക്കൗണ്ട്, ഷബീബ്, ഇതിപ്പോ ഷബീബിന്റെ ഒരു ബില്ലാണെന്ന് വിചാരിക്കാം. ഷബീബിന്റെലേക്ക് ആ PDF നമുക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാം. ഓനത് കാണാൻ പറ്റും. അവിടെ എത്ര രൂപയുടെ ബില്ല് അടിച്ചിട്ടുള്ളത്, എത്ര രൂപ ബാലൻസ് ഉണ്ട്. ഇനി അതിൽ ഓന് തുറന്നു നോക്കുമ്പോൾ അതിൽ ഓന് ആ PDF കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ ശരിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ PDF ബില്ല് ഓന് കിട്ടും. അതിന്റെ PDF ബില്ല് ഓന് കിട്ടും. ലോഡ് ചെയ്യാണ്. ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്. ലോഡ് ആവുമെന്നല്ലോ നോക്കട്ടെ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. ഞാനൊന്ന് ഒന്നുകൂടെ ബാക്കിലേക്ക് വരാം. ആ ബില്ലിലേക്ക് വീണ്ടും വരുന്നു. ആ ബില്ലിൽ വാട്സപ്പിന്റെ ബട്ടൺ കാണുന്നു. വാട്സപ്പിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഏതാണ് ചൂസ് ചെയ്യേണ്ടി വയ്ക്കും. ചിലപ്പോൾ നിങ്ങളെ പേഴ്സണൽ നമ്പറൂടെ ആ ഫോണിൽ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ചോദിക്കും. ഇതിലിപ്പോ എന്റെ കമ്പനി അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആണ്. അപ്പൊ നിങ്ങളുടെ കമ്പനി വാട്സപ്പ് ഏതാണോ നോക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക. എന്റേത് ബിസിനസ് വാട്സപ്പ് ആണ്, കമ്പനിയുടെ നമ്പർ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് അതിൽ കസ്റ്റമറുടെ നമ്പർ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്, ആ നമ്പറിലേക്ക് നേരിട്ട് എന്ത് പോകും,